Next stanza. Their vexed beating stuff and stop up brain, heart or whatever else, then goes on to prompt. Kandille. Here, as we said earlier, the poet says that, sorry, Andre says that lesser artists are lesser only with reference to the form and body of their art, and in their agonizing, but they are not less. They are nevertheless great as far as the soul, divine quality of their art is concerned. So, in their vexed beating stuff and stop, in their agonizing heart and mind, which is vibrating with interest and enthusiasm to catch the divine light in all its glory. അതായത് അവരുടെ എല്ലാം പെയിൻറ്റിങ്സ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഡിവൈൻ ലൈറ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് പെർഫെക്ഷൻ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് അവർ അഗനൈസ്ഡ് ആണ്, അവർ വിഷമമുള്ള ഹാർട്ടും മൈൻഡുമാണ്. പക്ഷേ അതെല്ലാം വൈബ്രേറ്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ട്? അവരുടെ ഹാർട്ട് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇൻട്രസ്റ്റ് ആൻഡ് എന്തൂസിയാസം ടു ക്യാച്ച് ഈ ഡിവൈൻ ലൈറ്റ്, അതിൻ്റെ എല്ലാ മഹത്വത്തോടും കൂടി ദൈവിക ചൈതന്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വരയിൽ അല്ലെങ്കിൽ അതിനുള്ള ആകാംക്ഷയിൽ അതിനുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് അവരുടെ ഹാർട്ട് വൈബ്രേറ്റ് ചെയ്യുകയാണ്. ആൻഡ് ദാറ്റ് ഷൈൻസ് ആൻഡ് സ്പാർക്സ് വിത്ത് ബ്യൂട്ടി ആൻഡ് റേഡിയൻസ്. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വളരെ റേഡിയൻസ് ആൻഡ് ബ്യൂട്ടി ഉണ്ട്. ബേൺസ് ലൈറ്റ് ഓഫ് ഡിവൈൻ ഇൻസ്പിറേഷൻ. അങ്ങനെ അവിടെ ആ ബ്യൂട്ടി മുഖേന അവിടെ ഒരു ഡിവൈൻ ഇൻസ്പിറേഷൻ ബേൺ ചെയ്യുന്നു, അതിൻ്റെ ലൈറ്റ് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. The vexed beating, stuff and stop a brain, heart or water worlds, then goes on to prompt. Whatever may be the true and real source of their inspiration, that always guards them to the paint with an agonizing heart with the hope that they will achieve perfection someday. ഒരു ദിവസം അതെല്ലാം അവർക്ക് പെർഫെക്ഷൻ ഉണ്ടാകും. That goes on to prompt. The source of their inspiration is nevertheless much more forceful than that which inspires Andrea's hand. Next line. This low, pulsed forthright craftsman's hand of mine. The works drop groundward, but themselves I know reach many a time a heaven that shut to me. Yeah. Whatever slow and placid. The low pulsed എന്ന് പറഞ്ഞാൽ slow and placid, mechanical and straightforward hand of a craftsman and not of a true artist. ഒരു മെക്കാനിക്കൽ ഹാൻഡ് പോലെയുള്ളതാണ്, ട്രൂ ആർട്ടിസ്റ്റിൻ്റെ ഹാൻഡ് അല്ല. ദ എക്സ്പ്രഷൻ ഓഫ് ക്ലിയർലി, ഇവിടെ എക്സ്പ്രഷൻ ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഓൺലി ആസ് എ ക്രാഫ്റ്റ്സ്മാൻ ദാറ്റ് ആൻഡ്രിയ ഹാസ് വൺ ലോറൽസ്, ബട്ട് ആർട്ട് ഈസ് സംതിങ് ഹയർ ദാൻ. അതായത് ഒരു എന്താണ് ഒരു പെയിൻറ്റിങ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ ഉള്ളൂ. പക്ഷെ ആർട്ട് എന്ന് പറയുന്നത് ഈ ക്രാഫ്റ്റിന് മേലെയാണ്. ദാറ്റ് ഈസ് ദ റീസൺ വൈ ഹിസ് മോർ ഈസ് ലെസ്. അത് കാരണം ഇയാൾ പെർഫെക്ഷൻ അച്ചീവ് ചെയ്യുന്ന ആളാണ്, പക്ഷെ അതിൽ സോൾ എന്ന് പറയുന്ന സംഭവം ഇല്ല. അതാണ് ക്രാഫ്റ്റ്സ്മാൻ മാത്രം ആയാൽ പോരാ ഒരു ക്രാഫ്റ്റ്സ്മാൻ. പിന്നെ എന്താണ് ആർട്ട് എന്ന് പറയുന്നത് ഹയർ ദാൻ ക്രാഫ്റ്റാണ്. അതുകൊണ്ടാണ് അയാളുടെ മോർ ലെസ് ആയത്. ആൻഡ് ദ ലെസ് ഓഫ് ദോസ് ഹു ആർ ഡിവൈൻലി ഇൻസ്പയർഡ് ഈസ് മോർ. അതുകൊണ്ട് തന്നെ ഈ പെർഫെക്ഷൻ അച്ചീവ് കിട്ടാത്ത, അവരുടെ സ്വപ്നം കാണുന്ന പോലെ അവരുടെ ഉള്ള അച്ചീവ്മെൻറ്റ് നേടാത്ത ആളുകളുണ്ടല്ലോ, മറ്റുള്ള ആളുകൾ, അവരുടെ ലെസ് അവർക്ക് മോറാക്കുന്ന എന്താണ്, ഒരു സോളുണ്ട്. അവരുടെ പെയിൻറ്റിങ്സിലെല്ലാം ഉള്ള ആ ഡിവൈൻലി ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഡിവൈൻ ലൈറ്റ് അവരുടെ പെയിൻറ്റിങ്സിലുള്ളത് കൊണ്ടാണ് അവർക്ക് അത് മോറായത്. അവർ നല്ല ആർട്ടിസ്റ്റായത്. അവർ ലെസർ ആർട്ടിസ്റ്റാണ്, പക്ഷെ അവരെ നന്നാക്കുന്നത് അങ്ങനെ ഒരു കാര്യമാണ്. സോ ദ വർക്ക്സ് ഡ്രോപ്പ് ഗ്രൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ജഡ്ജ് ടെക്നിക്കലി ദ വർക്ക്സ് ഓഫ് ദിസ് ലെസർ ആർട്ടിസ്റ്റ് ആർ ഓഫ് എ ലോവർ സ്റ്റാൻഡേർഡ്. അവരുടെ വർക്ക്സ് എല്ലാം ഡ്രോപ്പ് ഗ്രൗണ്ട് വേർഡാണ്. അതായത് അവരുടെ വർക്ക്സ് എല്ലാം പെർഫെക്ഷൻ ഇല്ലാത്ത, സ്റ്റാൻഡേർഡ് ഇല്ലാത്തതാണ്. പക്ഷെ അവർക്കുള്ള കാര്യം ഒരു സോൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ബട്ട് ദംസെൽസ് ഐ നോ റീച്ച് മെനി എ ടൈം ഹെവൻ ദാറ്റ് ഷട്ട് ടു മീ. എനിക്കറിയാം, ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ ബോഡി ആൻഡ് ഫോം ഓഫ് ദ വർക്ക്സ് ഓഫ് ലെസർ ആർട്ടിസ്റ്റ് ടെൻഡ് ടു ഗ്രോ അപ്പ്. അതായത് ഈ പറയുന്ന ഈ ആർട്ടിസ്റ്റുകളുടെ എല്ലാം വർക്കുകൾ ഡ്രോപ്പ് ഗ്രൗണ്ട് വേർഡാണ്. അതായത് ഇതെല്ലാം പെർഫെക്ഷൻ ഇല്ലാത്തതാണ്. പക്ഷേ ദംസെൽസ് ഐ നോ റീച്ച്, പക്ഷെ അവരെല്ലാവരും എവിടെ എത്തി? മെനി എ ടൈം എ ഹെവൻ ദാറ്റ് ഷട്ട് ടു മീ. ഞാൻ എത്തപ്പെടാത്ത ഒരു ഹെവൻ്റെ ഒരു അനുഭവത്തിലേക്ക്, ഡിവൈൻ ഇൻസ്പിറേഷനിലേക്ക്, ഡിവൈൻ ലൈറ്റിലേക്ക് അവരെത്തിയിട്ടുണ്ട്. മനസ്സിലായോ?
enter and take their place there, sure enough. എന്താണ്? യെസ്, അതായത് those lesser painters enter heaven and how brief but real view heavenly radiance. ദൈവിക ചൈതന്യം, സ്വർഗീയ ചൈതന്യം അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. ഇൻസ്പയർഡ് ബൈ ദി ഡിവൈൻ they paint pictures which though deficient in technical detail. ടെക്നിക്കൽ ഡീറ്റെയിൽസിൽ ബോഡിയിൽ അവരൊന്നുമല്ല, പക്ഷെ അവർക്ക് സോളുണ്ട്. സർപാസ് ദോസ് ഓഫ്. അതുകൊണ്ട് തന്നെ ആൻഡ്രിയയുടെ പെയിൻറ്റിങ്സിനേക്കാളും വലുതായിട്ട് അവരുടെ പെയിൻറ്റിങ്സ് നിൽക്കാൻ കാരണം അതാണ്. ഓക്കെ, their own artistic selves mount up to heaven to catch the glory of the divine light, which privilege is denied. ആ ഒരു പ്രിവിലേജ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അതാണ് അദ്ദേഹം ഇത് ഷട്ടുമി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു പ്രിവിലേജ് കിട്ടിയിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ലൈൻ. enter and take their place there, sure enough. Those lesser painters enter heaven and how brief but real view of heavenly radiance. Inspired by the divine, they paint pictures. Though they come back, kando, next line. Though they come back and cannot tell the world. എന്താണ്? They come back and cannot tell the world. The lesser artists return to the earth after enjoying a few great moments of spiritual joy and heavenly glory. But the difficulty with them is that they find it rather impossible to transfer to canvas all that they felt in those moments of divine ecstasy. Whatever they are able to show in their paintings is enough to secure for them a good place among the votaries of Apollo. Though they come back and cannot. അതായത് മനസ്സിലായോ? അതായത് ഇവർക്ക്, ഈ പറയുന്നവർക്ക്, ദേ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ ലെസർ ആർട്ടിസ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാണ് അവരുടെ പെയിൻറ്റിങ്സിലെ ഡിവൈൻ ലൈറ്റ്, കാരണം അവർ അതിൻ്റെ ഒരു എക്സ്റ്റസി അനുഭവിക്കുകയാണ്. അത് കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്നു, പക്ഷെ കനോട്ട് ടെൽ ദ വേൾഡ്. അതായത് ആ എക്സ്റ്റസി അനുഭവിച്ച കാര്യം അതേപോലെ പിക്ചറൈസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല, കാരണം അവർക്ക് പെർഫെക്ഷൻ ഇല്ല. മനസ്സിലായോ? മൈ വർക്ക്സ് ആർ നിയർ ഹെവൻ ബട്ട് ഐ സിറ്റ് ദ സഡൻ ബ്ലഡ് ഓഫ് ദീസ് മെൻ അറ്റ് എ വേർഡ് പ്രൈസ് ദം. അതായത് മൈ ഓൺ വർക്ക്സ് ആർ ടെക്നിക്കലി ഫോൾലെസ് ആൻഡ് പെർഫെക്റ്റ്. എൻ്റെ വർക്ക്സ്, ആൻഡ്രിയയുടെ വർക്കെല്ലാം പെർഫെക്ഷൻ ഉള്ളതാണ്. എന്നിട്ട് അതെല്ലാം എന്താണ്? നിയറർ ഹെവനാണ്, ഹെവനിൽ വരെ എത്തുന്നതാണ്. പക്ഷേ ബട്ട് ഐ സിറ്റ് ഹിയർ, ഹെവൻ ഈസ് ഷട്ട് ടു മീ. ഐ സിറ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ ഹെവൻ ഇവിടെ ഉണ്ട്, പക്ഷേ അത് എനിക്ക് മുമ്പിലാണ്, എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ സാധിക്കുന്നില്ല. ബിക്കോസ് ആൻഡ്രിയ ഹാസ് സോൾഡ് ഹിസ് ആർട്ടിസ്റ്റിക് സെൽഫ് ഫോർ ദ ബ്യൂട്ടി ഓഫ് ലുക്രേഷ്യ. മനസ്സിലായോ? കാരണം എന്താണ്? ആൻഡ്രിയ ഹാസ് സോൾഡ് ഹിസ്, ആൻഡ്രിയയുടെ ആർട്ടിസ്റ്റിക് സെൽഫ് ആർക്ക് വിറ്റു? ദ ബ്യൂട്ടി ഓഫ് ലുക്രേഷ്യ, വിച്ച് അൾട്ടിമേറ്റ്ലി മീൻസ് മണി. ലുക്രേഷ്യയുടെ ബ്യൂട്ടിക്ക് വിറ്റുപോയത്. കാരണം ലുക്രേഷ്യയ്ക്ക് ആർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മണി മാത്രമാണ്. Such being the case, Andrew is never able to get and enjoy even a momentary glimpse of the divine. ഈ മണിക്ക് വേണ്ടി മാത്രമുള്ള പെയിൻറ്റിങ്സ് ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സിൽ എന്തില്ല? സോളില്ല. അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സിൽ ഡിവൈൻ ലൈറ്റ് ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹെവൻ വരെ എത്തുന്ന പെർഫെക്ഷൻ ഉണ്ടെങ്കിലും ഹെവനിലേക്ക് ചെല്ലാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മൊമെൻ്ററി ഗ്ലിംസ് ഓഫ് ദി ഡിവൈൻ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ആൻഡ്രിയ ഈസ് നെവർ ഏബിൾ ടു ഗെറ്റ് ആൻഡ് എൻജോയ് ഈ മൊമെൻ്ററി ഗ്ലിംസ് ഓഫ് ഡിവൈൻ ലൈറ്റ് ഉണ്ടല്ലോ, ഡിവൈൻ ലൈറ്റ് കാണുന്ന ആ ഒരു അനുഭവം, അത്രയ്ക്ക് എക്സ്റ്റസി, അതിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. കാരണം ലുക്രേഷ്യ മണിക്ക് വേണ്ടി മാത്രമാണ് ഈ പെയിൻറ്റിങ് കാണുന്നത്. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ്. ദ sudden blood of these men at a word praise them. It boils or blame them, it boils too. അതായത് these lesser artists have youthful figure, they are so sensitive, their heart. These lesser artists have youthful figure, they are so sensitive, their heart and mind throb with passion, zeal and enthusiasm that they feel greatly excited at the least praise or blame them. Okay, the sudden, the blood of these men at a word praise them, it boils or blame them, it boils too. I painted from myself unto myself, from my own feelings and ideas, not from any divine inspiration or vision. And is probably referring to the theory of self-expression in art and creating art for self-satisfaction. ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്താണ്? I paint from myself to myself, know what I do. I am unmoved by men's blame.
അതായത് ലെസ്സർ ആർട്ടിസ്റ്റിനെ ബ്ലെയിം ചെയ്താൽ അവർക്കത് വിഷമം വരും, ദേഷ്യം വരും. പക്ഷെ ഇയാൾക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല. ഇതിനെ ബ്ലെയിം ചെയ്താലും പ്രൈസ് ചെയ്താലും ഹീസ് അൺമൂവ്ഡ് എന്നാണ് പറയുന്നത്. കാരണം ഐ നോ വാട്ട് ഐ ഡു, ഞാൻ എന്താ ചെയ്യണേന്നുള്ളത് എനിക്കറിയാം. എൻ്റെ ആർട്ടിന് സോൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് അഡ്മിറ്റ് ചെയ്യാൻ ആൻഡ്രിയയ്ക്ക് സാധിക്കുന്നുണ്ട്. കാരണം പറഞ്ഞാൽ ആൻഡ്രിയയ്ക്ക് അറിയാം ആൻഡ്രിയയുടെ വൈഫിൻ്റെ മണി എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് ഈ പിക്ചർ ചെയ്യുന്നത്. സോ ഹി അഡ്മിറ്റ്സ് ഇറ്റ്. അതുകൊണ്ട് തന്നെ നോട്ട് അൺമൂവ്ഡ് ബൈ മെൻസ് ബ്ലെയിം ഓർ ദ പ്രൈസ് എയ്തർ. സംബഡി റിമാർക്സ്, അതാണ് പറയുന്നത്. സംബഡി റിമാർക്സ് മോറലോസ്, അത് കണ്ടില്ലേ ആ ലൈൻ. നെക്സ്റ്റ്, somebody remarks moral laws outline there is wrongly traced his hue mistaken what of that. അതായത് അദ്ദേഹം പറഞ്ഞു വരുന്നത് ലെസ്സർ ആർട്ടിസ്റ്റിന് അവർക്ക് യൂത്ത്ഫുൾ വിഗറാണ്, സെൻസിറ്റീവാണ്, അവർക്ക് എന്തെങ്കിലും അവരെ ബ്ലെയിം ചെയ്യുമോ അല്ലെങ്കിൽ അവരെ പുകഴ്ത്തുകയോ ചെയ്താൽ അതിനനുസരിച്ച് അവർക്ക് റിയാക്ഷൻ ഉണ്ടാകും. പക്ഷേ ഫ്രം മൈ ഓൺ ഫീലിങ്സ്, ആൻഡിയുടെ ഫീലിങ്സിൻ്റെ ഐഡിയാസ്, നോട്ട് ഫ്രം എനി ഡിവൈൻ ഇൻസ്പിറേഷൻ ഓഫ് വിഷൻ, എന്തെങ്കിലും ഒരു ഡിവൈൻ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ വിഷനിൽ നിന്ന് വരുന്ന പെയിൻറ്റിങ്സ് അല്ല. So Andy is probably referring to this theory of self-expression in art and creating art for self-satisfaction. ഇവിടെ ആൻഡ്രിയ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇവിടെ ആൻഡ്രിയ ഉദ്ദേശിക്കുന്നത് സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സെൽഫ് എക്സ്പ്രഷൻ ഇൻ ആർട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് ആർട്ടിനെ കാണുന്നത്. അപ്പോൾ ആൻഡ് ക്രിയേറ്റിംഗ് ആർട്ട് ഫോർ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ആർട്ടിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു മീനിങ് കൂടി ഇവിടെയുണ്ട്. മണിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല എന്നുള്ള മീനിങ് കൂടി ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. സോ നോ വാട്ട് ഐ ഡു എന്ന് പറഞ്ഞാൽ സിൻസ് ഐ ഓൾവേസ് ഫീൽ ഷുവർ ഓഫ് മൈ ടെക്നിക്കൽ പെർഫെക്ഷൻ. എൻ്റെ ടെക്നിക്കൽ പെർഫെക്ഷനെ കുറിച്ച് എനിക്കറിയാം. അതുകൊണ്ട് അതിൽ പെർഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. ഐ നെവർ മൈൻഡ് ബ്ലെയിം ഓർ പ്രൈസ് ബൈ ദ ക്രിറ്റിക്സ് പ്രൈസ് ചെയ്താലും ബ്ലെയിം ചെയ്താലും ഐ നെവർ മൈൻഡ്, ബിക്കോസ് എനിക്ക് അതിനെക്കുറിച്ച് അറിയാം എന്ന് ആൻഡ്രിയ പറയുന്നു. സോ സംബഡി next 92 to 94 line, what is somebody remarks Morelos outline. അതായത് മൊറല്ലോ എന്ന് പറഞ്ഞാൽ ഹിൽ 7 miles നോർത്ത് ഓഫ് ഫ്ലോറൻസിൽ നിന്ന് 7 miles അകലെയുള്ള നോർത്തിൽ ഉള്ള ഒരു ഹില്ലാണ് മൊറല്ലോ എന്ന് പറഞ്ഞ ഹില്ല്. സോ ഐ വിൽ നോട്ട് ബി അറ്റ് ഓൾ അപ്സെറ്റ് ഇഫ് സംബഡി കംസ് ആൻഡ് ടെൽസ് മീ ദാറ്റ് ഇൻ മൈ പെയിൻറ്റിംഗ് ഓഫ് മൊറല്ലോ. അതായത് ഈ ഹില്ലിൻ്റെ പെയിൻറ്റിങ് നടത്തുവാണെങ്കിൽ ആ പെയിൻറ്റിങ്ങിനെ കുറിച്ച് ആരെങ്കിലും പറയുവാണ് എങ്കിൽ, ആരെങ്കിലും കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്സെറ്റ് ആവില്ല. ദി ഔട്ട്ലൈൻ ഈസ് റോങ്ലി ട്രേസ്ഡ് ഓർ ഈസ് കളേഴ്സ്, കാരണം ആ ഹില്ലിൻ്റെ ഔട്ട്ലൈൻ റോങ്ലി ആണ് ട്രേസ് ചെയ്തേക്കുന്നതെന്നോ അല്ലെങ്കിൽ അതിൻ്റെ കളേഴ്സ് റോങ്ലി ഫില്ല് ചെയ്തേക്കുവാണെന്നോ. സിൻസ് ഐ ആം ഓൾവേസ് ഷുവർ ഓഫ് മൈ അൺഎറിങ് ഹാൻഡ് ആൻഡ് കോൺഫിഡൻറ്റ് ഓഫ് മൈ ഫുൾനെസ്. അതായത് എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനതിൽ അവെയറാണ്. ശരിയുണ്ടെങ്കിലും അതെനിക്കറിയാം. അതുകൊണ്ട് ആരെങ്കിലും പുകഴ്ത്തിയാലോ തെറ്റ് പറഞ്ഞാലോ ഞാൻ അൺമൂവ്ഡാണ്. ഞാനതിനെക്കുറിച്ച് കെയർ ചെയ്യുന്നില്ല. ഐ ഡോണ്ട് ചേഞ്ച് മൈ മൈൻഡ് ഓർ ഐ ഡോണ്ട് കെയർ, ഐ നെവർ മൈൻഡ്, ബിക്കോസ് മൈ പെയിൻറ്റിങ് ഓഫ് മൊറല്ലോ, അതായത് ഒരു ഉദാഹരണം പറയുകയാണ്, മൊറല്ലോ എന്ന് പറഞ്ഞ ഹില്ലിനെ കുറിച്ച് ഞാൻ നടത്തിയ പെയിൻറ്റിങ്, ആ പിക്ചറിനെ കുറിച്ച് ആരെങ്കിലും റോങ് ആയിട്ട് പറഞ്ഞാലും എനിക്കത് ഒന്നുമില്ല എന്ന് പറയുന്നു. സോ നെക്സ്റ്റ് 94 to 95, or else what of that. കണ്ടില്ലേ ആ ലൈൻ? somebody more or less all there is wrongly traced is you mistaken, what of that, or else rightly traced and well ordered, what of that. അതായത് will remain equally undisturbed. എന്ത് പറഞ്ഞാലും ഞാൻ അൺഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കും. if someone were to heap critical praise on my works instead of critical blame, I know that my hand cannot be wrong. എനിക്കറിയാം എൻ്റെ കൈക്ക് ഒരിക്കലും തെറ്റ് പറ്റില്ല. നോ മൈ ടെക്നിക്ക് ഈസ് ഫോൾട്ടി, എൻ്റെ ടെക്നിക്കുകൾ ഒരിക്കലും തെറ്റാകില്ല പെയിൻറ്റിങ്സ്, കാരണം അത്രയ്ക്ക് പെർഫെക്ഷൻ ഉള്ള ആളാണ് ഞാൻ. മൈ ഒബ്സർവേഷൻ ഓഫ് നേച്ചർ ടു ഈസ് നെവർ ഇംപെർഫെക്റ്റ് ഓർ ഫോൾട്ടി. നേച്ചറിനെ കുറിച്ച് ഞാൻ കാണുന്ന ഒബ്സർവേഷനും ഒരിക്കലും ഇംപെർഫെക്റ്റ് അല്ലെങ്കിൽ ഫോൾട്ടി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. വാട്ട് ഡസ് ദ മൗണ്ടെയിൻ കെയർ? അതുകൊണ്ട് പറയാണ് വാട്ട് ഓഫ് ദാറ്റ്സ് ബിക്കോസ് ദേ പ്ലീസ്, അവരാഗ്രഹിക്കുന്ന പോലെ അവർ സംസാരിക്കട്ടെ. വാട്ട് ഡസ് ദ മൗണ്ടെയിൻ കെയർ? പ്രകൃതിയെക്കുറിച്ച് എൻ്റെ കാഴ്ചപ്പാട് വ്യത്യാസപ്പെടുന്നില്ല, പിന്നെ എന്തിനാണ് ഞാൻ വിഷമിക്കേണ്ടത്? ബട്ട് എ മാൻസ് റീച്ച് ഷുഡ് എക്സീഡ് ഹിസ് ഗ്രാഫ്സ്. അതായത് ദ ഷേപ്പ് ആൻഡ് ദ ഔട്ട്വേർഡ് അപ്പിയറൻസ് ഓഫ് മൗണ്ട് മൊറല്ലോ,
has got to do nothing with favorable remarks of the critics. ക്രിറ്റിക്സ് പറയുന്നതിനനുസരിച്ച് അത് മാറാൻ പോകുന്നില്ല. ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. മൗണ്ടെയിൻ എങ്ങനെയാണോ ഹിൽ എങ്ങനെയാണോ ഇരിക്കുന്നത്, ആ മൗണ്ട് എങ്ങനെയാണ് മോറല്ലോ അങ്ങനെയാണോ അതുപോലെ തന്നെയാണോ അത് ഇരിക്കുന്നത്. ആൻഡ് ഐ ആം ഷുവർ ഐ ഹാവ് പെയിൻറ്റഡ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. അതെങ്ങനെയാണോ അതേപോലെ തന്നെ അത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഷുവറാണ്. സോ വൈ ഷുഡ് ഐ മൈൻഡ് വാട്ട് ദ ക്രിറ്റിക്സ് സേ? അതുകൊണ്ട് ഈ ക്രിറ്റിക്സ് പറയുന്നതിനെ കുറിച്ച് ഞാൻ എന്തിനു വറി ചെയ്യണം? ഐ ക്യാൻ ചേഞ്ച് മൈ ഔട്ട്ലൈൻ ഓൺലി വെൻ ദ മൗണ്ടെയിൻ ഇറ്റ്സെൽഫ് ചേഞ്ചസ് ഇറ്റ്സ് ഫോം. മൗണ്ടെയിൻ മാറിയിരിക്കുമ്പോൾ അതേപോലെ ആക്കാൻ എനിക്ക് സാധിക്കും. അല്ലാതെ ഞാൻ ചെയ്തു മൗണ്ടെയിനും കറക്റ്റ് അല്ല എന്ന് പറയാൻ അവരാരും, വിച്ച് ഈസ് ക്ലിയർലി ഇമ്പോസിബിൾ. മൈ ഔട്ട്ലൈൻ ഈസ് എക്സാക്റ്റ് ആൻഡ് കറക്റ്റ് കോപ്പി ഓഫ് മൗണ്ട്. ഞാൻ എന്ത് പിക്ചറ് എന്ത് നേച്ചറിൽ നിന്ന് ഞാൻ പകർത്തിയാലും അത് എക്സാക്റ്റ് കോപ്പി ആയിരിക്കും. ബിക്കോസ് അതിൻ്റെ ഔട്ട്ലൈൻ എക്സാക്റ്റ് ആയിരിക്കും, കറക്റ്റ് കോപ്പി ഓഫ് മൗണ്ട് മോറലോ, ആൻഡ് ഇറ്റ് നീഡ്സ് നോട്ട് ബി ഓൾട്ടേഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ക്രിറ്റിക്. ക്രിറ്റിക്കിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇവിടെ മാറ്റേണ്ടായിരുന്നു, ഇവിടെ വളയേണ്ടതായത്, ഇവിടെ കളറിൽ ഫില്ല് ചെയ്ത് എന്ന് പറയുന്നതനുസരിച്ച് ഞാനതിൽ മാറ്റം വരുത്തുന്നില്ല. ബിക്കോസ് ഐ എം വെരി ഷുവർ അബൌട്ട്, ഐ എം വെരി കോൺഫിഡൻറ്റ് അബൌട്ട് മൈ പെയിൻറ്റിങ്സ്. ഇറ്റ് ഈസ് കറക്റ്റ്, പെർഫെക്റ്റ് ആൻഡ് ഫൈനൽ ഇൻ എവറി സെൻസ്. ഏത് സെൻസിലും ഫൈനലാണെന്ന് എനിക്കറിയാമെന്ന് ആൻഡ്രേ പറയുന്നു. ഓക്കെ. Okay, next. But a man's reach should exceed his grasp. Or was a heaven for all is silver grey. See here, as we said earlier, he says that if anyone critiques or if anyone blames or praises him, he doesn't matter, he never mind. And these famous lines express Browning's philosophy. The idea enshrined in these lines frequently occurs in Browning's poems. For instance, the same idea occurs in a Grammarian Funeral എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പോയത്തിൽ. A man should have an ideal which is above his reach. It matters little if he fails to attain it. അതായത് അദ്ദേഹം പറയുന്നത് but a man's കണ്ടില്ല അത് but a man's reach should exceed his grasp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്തായാലും അദ്ദേഹത്തിനേക്കാളും ഉയർന്ന ഒരു മോഡൽ ഉണ്ടായിരിക്കണം. വാസ് എ ഹെവൻ ഫോർ ഓൾ സിൽവർ. ഇപ്പോൾ ഇവിടെ പറയുകയാണ് എ മാൻസ് ആസ്പിറേഷൻ, ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ഡിസയർ ഓർ ആസ്പിറേഷൻ ക്യാൻ ഗോ എന്നാണ് എ മാൻസ് റീച്ച് എന്ന് പറഞ്ഞാൽ. ഗ്രാസ്പ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു അറ്റൈൻ. അപ്പോൾ എ മാൻ ഷുഡ് ഹാവ് ആൻ ഐഡിയൽ വിച്ച് ഈസ് അബവ് ഹിസ് റീച്ച്. ഇറ്റ് മാറ്റേഴ്സ് ലിറ്റിൽ ഇഫ് യു ഫെയിൽസ്. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിലും ആ ഒരു മോഡലിനെ പോലെ ആവാൻ ശ്രമിച്ചിട്ട് അത് നേടിയില്ലെങ്കിലും അതിൻ്റെ ഒരു കുഴപ്പമില്ല. ഇറ്റ് മാറ്റേഴ്സ് ലിറ്റിൽ ഇഫ് യു ഫെയിൽസ് ടു അറ്റൈൻ. അത് അറ്റൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഫെയിലായാലും കുഴപ്പമില്ല, പക്ഷേ ഒരു മോഡൽ വേണമെന്ന് പറയുന്നു. അപ്പോൾ നെക്സ്റ്റ്, ഓൾ സിൽവർ ഗ്രേ ആൻഡ് പ്ലേസ്ഡ് ആൻഡ് പെർഫെക്റ്റ് വിത്ത് മൈ ആർട്ട് ദ വേർഡ്സ്. Here, technically my art, he says that technically my art is perfect. All is placid and perfect with my art. എൻ്റെ ആർട്ട് പ്ലാസിഡ് ആണ്, പെർഫെക്റ്റ് ആണ്. ബട്ട് ദിസ് വെരി പെർഫെക്ഷൻ ഈസ് ദ കോസ് ഓഫ് ഓൾ ദ പെർവേർഡിങ് ഡൾനെസ് അബൌട്ട് മൈ. പക്ഷേ ഈ പെർഫെക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് എൻ്റെ ആർട്ടിൽ ഡൾനെസ് ഉണ്ടാകുന്നത്. ഓൾ ഇസ് സിൽവർ ഗ്രേ, എല്ലായിടത്തും ഒരു ഹെവിനെസ് ആണ്. ഗ്രേയുടെ സിൽവർ ഗ്രേ ആണ്. കാരണം neither there are any highlights. അവിടെ ഒരു ഹൈലൈറ്റ് ഇല്ല. nor any spiritual gusto. all that is traceable in my art is a mechanical perfection of technical details. പ്ലാസിഡ് എന്ന് പറഞ്ഞാൽ കാം ആൻഡ് ക്വൈറ്റ് പീസ്ഫുൾ ആണെന്ന്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ എൻ്റെ ആർട്ട് പെർഫെക്റ്റ് ആണ്, പ്ലാസിഡ് ആണ്, പെർഫെക്റ്റ് ആണ്. പക്ഷെ എന്തില്ല, അതിലൊരു സോളില്ല. അതായത് വാട്സ് എ ഹെവൻ ഫോർ, ഹെവനിലേക്ക് എത്തിയെങ്കിലും അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞില്ലേ, ഹെവനിലേക്ക് ഉള്ളിലേക്ക് വരാൻ പറ്റുന്നില്ല. അതൊക്കെ ബിക്കോസ് ഓൾ ഈസ് സിൽവർ ഗ്രേ ആണ്. കാരണം പ്ലാസിഡ് ഉണ്ട്, കാംനെസ് ഉണ്ട്, പെർഫെക്ഷൻ ഉണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു സോളില്ല. അതുകൊണ്ട് വേഴ്സ് ആണെന്ന് പറയുവാണ്. ഓക്കെ. സോ ടെക്നിക്കലി മൈ ആർട്ട് ഈസ് ഫുള്ളാണ്, പെർഫെക്ഷനാണ്. പക്ഷേ പെർഫെക്ഷൻ ഈസ് ദ കോസ് ഓഫ് ഓൾ ദ ഡൾനെസ്. ഒരു സിൽവർ ഗ്രേ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതാണ്. Next, Andrea says that I know both what I want and what might gain, and yet how profitless to know, to sigh. Okay. Andrea says that he is conscious of everything about his art. He knows only too well that his art is spiritually inferior to that of the lesser artist. Lesser artistനേക്കാളും സ്പിരിച്വലി നോക്കുമ്പോൾ ടെക്നിക്കലി സുപ്പീരിയർ ആണ്, ടെക്നിക്കലി പെർഫെക്റ്റ് ആണ്, പക്ഷേ സ്പിരിച്വലി ഇൻഫീരിയർ ആണെന്ന് എനിക്കറിയാം.
though technically it is far better. This consciousness masks his artistic production. The psychoanalysts have correctly pointed out that there is something common between all artistic creation and dreaming. It's a fact that the more an artist is conscious of himself and his art, the lesser will be his artist success. അതായത് ഒരു ആർട്ടിസ്റ്റ് തൻ്റെ ആർട്ടിനെ കുറിച്ച് വളരെ കോൺഷ്യസ് ആയിട്ട് വളരെ എന്താണ് അതിനെക്കുറിച്ച് വളരെ അവെയറായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, വളരെ സ്വപ്നം കാണുകയൊക്കെ ചെയ്യുമ്പോൾ ദ ലെസർ വിൽ ബി ദി ആർട്ടിസ്റ്റ് സക്സസ്, അവൻ്റെ ആർട്ടിസ്റ്റ് സക്സസ് ലെസർ ആയിരിക്കും. യു കനോട്ട് എൻജോയ് എ ഡ്രീം ഇഫ് യു നോ വാട്ട് ഇറ്റ് ഈസ് ടു ബി സോ. അതായത് ഒരു സ്വപ്നം കാണുമ്പോൾ നമുക്ക് സ്വപ്നം എന്ന് വിചാരിച്ചാൽ അത് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലൈക്ക്വൈസ് ദ ആർട്ടിസ്റ്റ് കനോട്ട് ക്രിയേറ്റ് ഇഫ് ഹി നോസ് വാട്ട് ദാറ്റ് ഹീ ഈസ് ക്രിയേറ്റിംഗ് അണ്ടർ സച്ച് ലിമിറ്റേഷൻസ് ആൻഡ് കണ്ടീഷൻസ്. അതായത് ഒരു ആർട്ടിസ്റ്റ് വിചാരിക്കുകയാണ് ഞാൻ എൻ്റെ ആർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഈ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, കണ്ടീഷൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിന് നല്ലൊരു ആർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. മോസ്റ്റ് എൻചാൻറ്റിങ് പോയട്രി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ മൊമെൻറ്റ്സ് ഓഫ് അൺകോൺഷ്യസ് എക്സ്റ്റസി. അതായത് ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു കോൺഷ്യസ് അല്ലാത്തൊരു എക്സ്റ്റസിയിലേക്ക് ഒരു ആർട്ടിസ്റ്റ് മുഴുകി ചേരുമ്പോഴാണ്, അതായത് ഒരു ആർട്ടിസ്റ്റിൻ്റെ ക്രിയേഷന് തൻ്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റോ മണിയോ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഫേമസ് ആവും എന്നുള്ള ചിന്തയോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് വളരെ ലൈവായിട്ട് ജീവിതത്തിൻ്റെ അതേ ഒരു കോപ്പിയായിട്ട് ഒപ്പിയെടുത്ത് ചെയ്യുമ്പോഴാണ്, അതിൽ ഫുൾ എക്സസിയോടെ ചെയ്യുമ്പോഴാണ്, അൺകോൺഷ്യസ് എക്സസിയോടെ ചെയ്യുമ്പോഴാണ് ആ ആർട്ട് ഒരു വലിയ ആർട്ടാകുന്നത്. അപ്പോൾ ആൻഡ്രിയ ബീങ് ഷുവർ ഓഫ് ഹിസ് മൈൻഡ് ക്യാൻ പെയിൻറ്റ് വെനെവർ ഹി ലൈക്സ്, ബട്ട് ദ റിസൾട്ട് ഈസ് എ കോമൺ ഗ്രേനസ്, ഹെൻസ് ഹിസ് ട്രാജഡി. അപ്പോൾ ആൻഡ്രിയയുടെ ട്രാജഡി എന്താണ്? ആൻഡ്രിയയുടെ കോമൺ ഗ്രേനസ് എല്ലാ വാക്കിലും കാണുന്നതുകൊണ്ടാണ് അദ്ദേഹം ഭയങ്കര കോൺഷ്യസ് ആണ്. ബിക്കോസ് അത് അദ്ദേഹത്തിൻ്റെ വൈഫ് മണിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. സോ ആൻഡ് യെറ്റ് കണ്ടില്ലേ, നോ ഹൗ പ്രോഫിറ്റ്ലെസ് ടു നോ ടു സൈ. എന്താണ്? Since a certain amount of unknowable mystery is essential for a fuller endeavor and achievement in a man's life and art. Okay. Had I been to another and myself, our heart would have overlooked the world. കണ്ടില്ലേ? എന്താണ് അതിൻ്റെ മീനിങ്? നോ ഡൗട്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ്? യെസ്, വി കുഡ് certainly have crossed the limits of utilitarianism in art. Had there been someone to inspire me, to ask me to aspire for higher things, in that case I would have been saved, my artistic idea preserved and my soul satisfied. But I have been compelled to sell my art, my life, soul and what not. അദ്ദേഹത്തിൻ്റെ വിഷമം, അദ്ദേഹത്തിൻ്റെ ആർട്ട് വിൽക്കാനായിട്ട്, ആ കൊമേഴ്ഷ്യൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആക്കാനായിട്ട് അദ്ദേഹം കമ്പൽ ചെയ്യപ്പെടുവാണ്. മനസ്സിലായി? അദ്ദേഹത്തിൻ്റെ ലൈഫും സോളും എല്ലാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിനും അദ്ദേഹത്തിൻ്റെ ആർട്ടിനും സോൾ ഇല്ലാണ്ടായിപ്പോയി. ഓക്കെ, അവിടെ ഏർബിനേറ്റ് എന്ന് കണ്ടില്ലേ? ദിറ്റ് ഈസ് ഏർബിനേറ്റ്. ഏർബിനേറ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ റെഫറൻസ് ടു റാഫേലാണ്. 1483 ജനിച്ച 1520 മരണപ്പെട്ട വളരെ പ്രസിദ്ധനായ ഒരു പെയിൻറ്ററാണ് റാഫേൽ. ബോൺ അറ്റ് ഏർബിനോ ഇൻ 1483 അദ്ദേഹം ജനിച്ചത്. ഏർബിനോയിലാണ് ജനിച്ചത്. റാഫേൽ വാസ് 11 years old when he lost his father. 11 വയസ്സിൽ ഫാദർ നഷ്ടപ്പെട്ടു. ജിയോവാനി സാന്റി, എ മീഡിയോക്കർ പെയിൻറ്റർ ടു whom he owned nothing, not even the first principles of his art. About 1499 at the age of 16, just listen ചെയ്താൽ മതി. റാഫേൽ painted the charming little picture in the National Gallery, the vision of a night. നാഷണൽ ഗാലറിയിൽ അദ്ദേഹത്തിൻ്റെ പിക്ചർ പെയിൻറ്റ് ചെയ്തു. ഫ്രം 1504 to 1508 റാഫേൽ വാസ് അറ്റ് ഫ്ലോറൻസിലായിരുന്നു. And already famous of and advancing from one success to another. This was the period of beautiful Madonna, for which the civilized world has eagerly competed for some 4 centuries. One reason of the unparalleled popularity of Raphael was the faculty of adaptation and intelligent imitation, which made his art the synthesis and quintessence of all that was most fascinating in Italian genius. Summoned to Rome in 1508, Raphael became successively the favorite painter of Julius II and of Leo X. Honors were showered upon him. Raphael കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്. And he was overwhelmed with commissions. The great task confided to Raphael in Rome was the decoration of certain rooms in the Vatican and of a long covered gallery around the country of San Damasio. He seems from his portraits
to have been by nature frail and delicate, almost effeminate. An anthropologist examining a cast of his skull supposed it to be that of a woman. His type of the virgin, half Christian, half pagan, neither too ethereal nor too sensual, has won all hearts and still retains his sovereignty. Okay. അപ്പോൾ ഇതാണ് അബൌട്ട് റാഫേൽ. ഇനി ജോർജ് വാസറി എന്ന് പറയുന്ന ഒരു പേയും ഇവിടെ പറയുന്നുണ്ടല്ലോ. അത് ആരാണ് ജോർജ് വാസറി എന്ന് നോക്കാം. Vasari, whose the lives of illustrious painters has established his reputation as an important art historian, was born at Arezzo ആണ് ജനിച്ചത് 1511. He studied under Andrea del Sarto at Florence. പിന്നെ he was the architect of the Palazzo Vecchio. He painted several mural paintings at Florence and Rome, and he died at Florence in 1574. ഫ്ലോറൻസിൽ മരിച്ചു പോയ ആളും കൂടിയാണ്, ഒരു പെയിൻറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് യോണ്ടസ് വർക്ക് നൗ ഓഫ് ദാറ്റ് ഫേമസ് യൂത്ത് ദ ഉർബനേറ്റ് ഹു ഡൈഡ് 5 years ago. അപ്പോൾ 5 വർഷം അദ്ദേഹത്തിൻ്റെ അതിനേക്കാളും 5 വർഷം മുമ്പ് മരിച്ച ഉർബനേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഈ റാഫേലിനെയാണ്. ഓക്കെ, ദിസ് കോപ്പി ജോർജ് വേഴ്സറി സെൻഡ് ഇറ്റ് മീ. Well, I can fancy how did it all. അപ്പോൾ അയാൾ പറയാവുന്ന ഇൻ മൈ ഇമാജിനേഷൻ ഓഫ് കോഴ്സ് എന്നാണ്. വെൽ ഇറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ ഇൻ മൈ ഇമാജിനേഷൻ ഓഫ് കോഴ്സ് pouring his soul, that being the secret of his success എന്നാണ്. pouring his soul. ഓക്കെ, കണ്ടല്ലോ. pouring his soul with kings and popes to see. Okay. Okay, so that being the secret of his success എന്നാണ് അർത്ഥം. റീച്ചിങ് ആർ എന്ന് പറഞ്ഞാൽ റീച്ചിങ് കണ്ടില്ലേ, റീച്ചിങ് ദാറ്റ് ഹെവൻ മൈറ്റ് സോ റീപ്ലനിഷ് ഹിം won through his art. That means Raphael's art became almost divine and he was rewarded for his spiritual efforts, almost transcending the limits of art, breaking them all. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് വലിയ പെയിൻറ്റേഴ്സിനൊക്കെ അവർ ഇദ്ദേഹത്തെ വെച്ച് നോക്കുമ്പോൾ ലെസ്സറാണ്, പക്ഷേ അവരുടെ പെയിൻറ്റിങ്ങിലൊക്കെയുള്ള ആത്മാവ് സോള് കാരണം അവരുടെ എല്ലാം പെയിൻറ്റിങ് വളരെയധികം ഫേമസ് ആണ്. എന്താണ്, always transcending the limits of art, breaking them all, for it gives away. Craftsmanship is swept upside and inspiration strikes to find an immediate outlet in unregulated expression, for it gives away എന്ന് പറഞ്ഞു. For the technical limitation of art always gave way to his spiritual leanings. Okay, അപ്പോൾ അവരുടെ എല്ലാം ആർട്ടിൽ കാണുന്ന ഈ ടെക്നിക്കൽ ലിമിറ്റേഷൻ, ടെക്നിക്കലി പെർഫെക്ഷൻ ഇല്ലാത്തത്, എന്ത് ഇംപെർഫെക്ഷൻ ആയത്, അത് ഇവരുടെ സ്പിരിച്വൽ ലേണിങ്സിലേക്ക് വേ കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ലൈൻ stanza 4, line 110. Did you see this? Yes. He means right that a child may is that arm is wrongly put under again, a fault to pardon in the drawing lines, his body so to speak its soul is right. See here, do you see the line? A fault, that arm is wrongly put. Yes, the arm in that particular picture of Madonna, for instance, is not correctly drawn. The lines of the drawing are faulty. അപ്പോൾ റാഫേലിൻ്റെ പെയിൻറ്റിങ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ ആൻഡ്രിയ. അപ്പോൾ ആൻഡ്രിയ പറയുന്നത് റാഫേലിൻ്റെ പെയിൻറ്റിങ്സിലൊന്നും ബോഡി പിക്ചർ എല്ലാം കറക്റ്റല്ല, ടെക്നിക്കലി കറക്റ്റല്ല, പക്ഷേ അതിലൊരു സോളുണ്ട്. അവരുടെയൊക്കെ ഒരു ഡിവൈൻ സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു സോൾ അതിലുണ്ട്. അതാണ് അവരുടെ ഡ്രോവിങ്സിനെ ഫേമസ് ആക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് ബോഡി സോ ടു സ്പീക്ക് ഇറ്റ്സ് സോൾ ഈസ് റൈറ്റ്. അവിടെ മഡോണയുടെ പിക്ചർ വരച്ചപ്പോൾ ഉള്ള ഫോൾട്ട് കാണിക്കുവാണ്. ഇറ്റ്സ് നോട്ട് കറക്റ്റ്ലി ഡ്രോൺ. ദ ലൈൻസ് ഓഫ് ദ ഡ്രോവിങ് ആർ ഫോൾട്ടി. Professor Reina has said that Raphael's paintings are not without some technical faults. So, next line, its body, so to speak, its soul is right. The fault, however, lies in the body of the picture only. അപ്പോൾ വീണ്ടും ആൻഡ്രിയ പറയുകയാണ് അവരുടെ പിക്ചേഴ്സിൻ്റെ
എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവരുടെ ബോഡിയിൽ മാത്രമാണ്, പിക്ചറിൻ്റെ ബോഡിയിൽ മാത്രമാണ് ആ പ്രശ്നമുള്ളൂ. അല്ലാതെ സോളിൽ ഒരു പ്രശ്നവുമില്ല. സോൾ റൈറ്റാണ്. സോൾ ഈസ് റൈറ്റ്. And there's nothing wrong with the soul of the picture, and he means understand. He means right that a child may understand. പറഞ്ഞാൽ ഇവനെ നോവിസ്, ഒരു ചൈൽഡിന്, ഒരു കുട്ടിക്ക് വരെ മനസ്സിലാകും ആ പിക്ചർ കണ്ട എന്താണ് കുഴപ്പം, സോളുണ്ടോ അല്ലെങ്കിൽ ബോഡിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ബോഡിയിൽ തെറ്റുണ്ടോ എന്നുള്ളത് ഒരു കുട്ടിക്ക് വരെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. Can judge that the spiritual conception behind the picture is right. പക്ഷേ ഏതൊരു കുഞ്ഞു കുട്ടിക്ക് പോലും ആ ഒരു ഇതിൽ, ആ ഒരു പിക്ചറിൽ സോള് റൈറ്റാണ്, സ്പിരിച്വൽ കൺസെപ്ഷൻ, അതിൻ്റെ ബിഹൈൻഡിലുള്ള സ്പിരിച്വൽ കൺസെപ്ഷൻ റൈറ്റാണെന്ന് മനസ്സിലാവും. ദോ ഇറ്റ്സ് എക്സിക്യൂഷൻ ഈസ് ഡിഫക്റ്റീവ്. പക്ഷെ അതിൻ്റെ എക്സിക്യൂഷൻ, അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ബോഡിയെല്ലാം തെറ്റുള്ളതാണ്, ഫ്ലോ ഉള്ളതാണ്, ഡിഫക്റ്റീവാണ്. ദ എക്സ്പ്രസീവ്നെസ് ഓഫ് ദി പെയിൻറ്റർ ഈസ് അൺഡൗട്ടഡ്ലി ദ മോസ്റ്റ് ഇംപ്രസീവ്. This is known as communication, and Raphael is always successful at this. അപ്പോൾ പക്ഷേ റാഫേൽ എപ്പോഴും സക്സസ്ഫുൾ ആകുന്നത് എന്താണ്, ആ പെയിൻറ്ററിൻ്റെ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ ആ എക്സ്പ്രസീവ്നെസ്, എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് ആ പെയിൻറ്റിങ്ങിന്, അത് റാഫേലിനുണ്ട്. കാരണം അതിലൊരു സോൾ ഉള്ളത് കൊണ്ട്. സോ ഇറ്റ്സ് അൺഡൗട്ട്ലി ദ മോസ്റ്റ് ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യമാണ്. അത് ആ ഒരു പിക്ചർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു ആർട്ടിൻ്റെ ക്രിയേഷനിലുണ്ടെങ്കിൽ അയാൾ സക്സസ് ആകും. സോ റാഫേൽ ഈസ് ഓൾവേസ് സക്സസ്ഫുൾ അറ്റ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ. ബട്ട് ഓൾ ദി പ്ലേ the insight is but all the play, the insight and the stretch out of me and wherefore out had you enjoyed them on me, given me so. See those lines 116 to 117. Andrea may improve Raphael's works as far as the technical execution is concerned, but the spiritual aspect of them is beyond. He is denied the sight of that heaven which is Raphael's own dwelling. So the expression is almost pathetic. We are called upon to sympathize with Andrea, and this is the secret of the success of this dramatic monologue. But the stretch എന്ന് പറഞ്ഞാൽ the range of imagination ആണ്, of aspiration. Out of me എന്ന് പറഞ്ഞാൽ beyond my grasp. Therefore, out means the pathetic attempt to find out the reason is obvious. So he is denied the sight of that heaven which is Raphael's own dwelling. So here he says that we may have but all the play, the insight and the stretch out of me, and wherefore out had you enjoyed them on me. And he tells his wife that he would certainly have risen to the height reached and retained by Raphael if she had inspired him to work for his art and not for money. വൈഫിനോട് ആൻഡ്രിയ പറയുകയാണ്, ഞാൻ റാഫേലിനെ പോലെ തന്നെ, അവരുടെ പെയിൻറ്റിങ്സിനെ പോലെ തന്നെ ഫേമസ് ഞാനും ആയേനെ. അവരെക്കാളും ഫേമസ് ആണ് ഞാൻ, അല്ലെങ്കിൽ അവരെക്കാളും നന്നായി വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ എൻ്റെ വർക്കിന് സോളില്ലാതെ ആയത് നിങ്ങൾ എൻ്റെ വർക്ക് മണിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ടും മാത്രമാണ്. അല്ലെങ്കിൽ എന്താണ്, അതുകൊണ്ട് നിങ്ങൾ ഒരു ആർട്ടിൻ്റേതായ ഒരു എഫക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ഷീ ഇൻസ്പയർഡ് ഹിം ടു വർക്ക് ഫോർ ഹിസ് ആർട്ട്. മണിക്കല്ലാതെ കലയ്ക്ക് വേണ്ടി മാത്രം, ആർട്ടിന് വേണ്ടി മാത്രമായിട്ട് എൻ്റെ പിക്ചറിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് അതേപോലെ ആകാൻ പറ്റും. ഇഫ് ഷി ഹാഡ് നോട്ട് ആസ്ക്ഡ് ഹിം ടു സെൽ ഹിസ് ആർട്ട് ഹി വുഡ് ഹാവ് റൈസൺ ടു, അതായത് തൻ്റെ പിക്ചേഴ്സ് എല്ലാം സെല്ല് ചെയ്യാനായിട്ട് കമ്പൽ ചെയ്യാതിരിക്കുവാണെങ്കിൽ he would have risen to Raphael's level if she had been less of a materialist. Okay, next 120 to 121. Nay love, see that? Nay love, okay, this one. Nay love, you did give all I asked.
I think more than I merit, yes, by many times. But how do you owe with the same perfect brow and perfect eyes and more than perfect mouth? Yeah. Andrea here tries to soothe his wife. ഇവിടെ ആൻഡ്രിയ വൈഫിനെ ഇതൊക്കെ ചോദിച്ചിട്ട് വീണ്ടും സൂത്ത് ചെയ്യുവാണ് ആൻഡ് കോംപ്രമൈസ് ചെയ്യാണ് വിത്ത് ഹർ ബിക്കോസ് ഹി ഹാഡ് സ്പോക്കൺ സംതിങ് ഹാർഷ്. അപ്പോൾ നീ എന്നെ ഇങ്ങനെ എൻ്റെ ആർട്ടെല്ലാം ഈ പിക്ചേഴ്സ് എല്ലാം നീ വിൽക്കാനായിട്ട് ഉപയോഗിക്കല്ലേ എന്ന് കുറച്ച് ഹാർഷായിട്ട് പറഞ്ഞ മാതിരി തോന്നി നമ്മുടെ പിന്നെ ആൻഡ്രിയയ്ക്ക്. അത് കാരണം കൊണ്ട് അത് പറഞ്ഞതിന് ശേഷം റിക്വസ്റ്റ് പോലെയാണ് പറഞ്ഞത്. പക്ഷേ അത് ഹാർഷായെന്ന് പേടിച്ചിട്ട് പറയുവാണ് വൈഫിനോട്, ഞാൻ കുറച്ച് ഹാർഷായിട്ട് സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് സൂത്ത് ചെയ്യുകയാണ്, വൈഫിനെ ആശ്വസിപ്പിക്കുവാണ്. ആൻഡ് ഇൻ എ ബ്ലൻഡ്ലി ഔട്ട് സ്പോക്കൺ മാനർ and he acknowledged to have received from her much more attention and consideration than he deserved. He acknowledged to have received from her much more, അതായത് എന്നിട്ട് അവസാനം പറയുവാണ്, അല്ല നീ എന്നോട് വളരെ സ്നേഹത്തോടെയൊക്കെയാണ് പെരുമാറിയിട്ടുണ്ട്, എനിക്കറിയാം, എനിക്ക് അർഹിക്കുന്നതിനും സ്നേഹം എനിക്ക് തന്നിട്ടുണ്ട് എന്ന് പേടിച്ച് പറയുവാണ്. ഓക്കെ, ലൈൻസ് 122 to 126 നോക്കാം. ബട്ട് ഹാഡ് യു with the same perfect row. എന്താണ്? യെസ്, ഷീ കുഡ് ഹാവ് ഡൺ സംതിങ് നോബ്ലർ ഫോർ ഹിം. ചിലപ്പോൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കും. ഷീ possessed a perfect figure and perfect pictures. Her brow, her eyes and her mouth. ഇവിടെ ലുക്രേഷ്യയുടെ ഓരോ പിന്നെ ഓർഗൻസ് എല്ലാം പറയുവാണ്. ഹെർ ബ്രോ, ഹെർ ഐസ് ആൻഡ് ഹെർ മൗത്ത് ആർ പെർഫെക്റ്റ് ഇൻ എവരി വേ. വീണ്ടും പുകഴ്ത്തുവാണ് ലുക്രേഷ്യനെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആളാണ്. ബ്രോവും ഐസും മൗത്തും എല്ലാം പെർഫെക്റ്റാണ്. ആൻഡ് ഹെർ ഫിസിക്കൽ ചാം ഹാസ് എൻസ്നേഡ് ആൻഡ്രിയാസ് സോൾ. അപ്പോൾ അവളുടെ ആ ഫിസിക്കൽ ബ്യൂട്ടി ആൻഡ്രിയനെ അതുമാത്രം വശീകരിച്ചിരിക്കുകയാണ്. കാരണം ആൻഡ്രിയക്കൊന്നും ക്രൂവലായിട്ട് പറയാൻ സാധിക്കുന്നില്ല. ഹെർ വോയിസ് is so sweet and bewitching that he follows it as a bird follows a fowler's pipe to the trap. അതായത് വളരെ സ്വീറ്റായിട്ടുള്ള വോയിസുമാണ് അവളുടെ. അപ്പോൾ അത് കാരണം അവളുടെ പുറകെ ഇങ്ങനെ നടക്കുവാണ്. ഇഫ് വിത്ത് ദിസ് എക്സ്റ്റേണൽ ബ്യൂട്ടി ആൻഡ് ചാം ഷി ഹാഡ് കമ്പൈൻ ആൻഡ് ഇൻ്റലക്ച്വൽ ക്വാളിറ്റി ഷി കുഡ് ഹാവ് മെയ്ഡ് ഹിം ഡു വണ്ടേഴ്സ് വിത്ത് ഹിസ് ആർട്ട്. എന്താണ് ഇവിടെ പറയുവാണ്, ഈ എക്സ്റ്റേണൽ ബ്യൂട്ടിയുടെ കൂടെ സൗന്ദര്യത്തിൻ്റെ കൂടെ അവൾക്ക് ഒരു ഇൻ്റലക്ച്വൽ ക്വാളിറ്റി കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് എന്താണ് അവൻ്റെ കല കൊണ്ട് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അവനത് സാധിച്ചേനെ. ഇവൾക്ക് അങ്ങനെ ഒരു ഇൻ്റലക്ച്വൽ ക്വാളിറ്റിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നത്. ഫിസിക്കൽ ബ്യൂട്ടി മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് 127. സം വിമൻ, you see that? Okay, some women do so, had the mouth their urge, God and the glory, never care for again. അപ്പോൾ ഇവിടെ പറയുവാണെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഫിസിക്കൽ ബ്യൂട്ടി വിത്ത് ഇൻ്റലക്ച്വൽ ഡെപ്ത് ഇസ് നോട്ട് ഇമ്പോസിബിൾ. ചിലർക്ക് ഫിസിക്കൽ ബ്യൂട്ടി കൊടുക്കും, ചിലർക്ക് ഇൻ്റലക്ച്വൽ ബ്യൂട്ടി കൊടുക്കും. രണ്ടും കൂടെ ഒരുമിച്ചുള്ളവരെ കാണാൻ റെയറാണ്. ദർ ആർ വിമൻ ഹൂ പോസസ് ബോത്ത്. ചിലപ്പോൾ ചില സ്ത്രീകളിൽ ഇത് രണ്ടും ഉള്ളവരുണ്ട്, സൗന്ദര്യമുണ്ട് അതുപോലെ ബുദ്ധിയുള്ളവരുണ്ട്. സോ എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് പോസസ് ദീസ് ടു ക്വാളിറ്റീസ് എന്ന് ബ്രാക്കറ്റിൽ പറയുന്നുണ്ട്. ഹാഡ് ദ മൗത്ത് ദർ urge. ആൻഡ്രിയ വുഡ് ലൈക്ക് ഹിസ് wife to urge him to aspire for higher ideals, but her lips that are only meant to be kissed never preach. Okay, അപ്പോൾ ഇവിടെ ഹാഡ് ദ മൗത്ത് ദർ urged എന്ന് പറഞ്ഞാൽ അതാണ്. ഹാഡ് ദ മൗത്ത് ദർ urged എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ്. ബട്ട് ബ്രോട്ട് എ മൈൻഡ് സം വിമൻ, ചില സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഉണ്ട്. ഹാഡ് ദ മൗത്ത് ദർ urged എന്ന് പറഞ്ഞാൽ ആൻഡ്രിയ വുഡ് ലൈക്ക് ഹിസ് വൈഫ് ടു urge him to aspire for higher. അവളുടെ വായിൽ നിന്നും നല്ല നല്ല വാക്കുകൾ, അല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്ത് അവനെ നല്ല ഒരു ഹയർ ഐഡിയൽസിലേക്ക് കൊണ്ടുവരാനുള്ള ഇൻസ്പിറേഷൻ കൊടുക്കുന്ന വാക്കുകൾ കിട്ടാൻ അവൻ ആഗ്രഹിക്കുന്നു. ബട്ട് ഹെർ ലിപ്സ് ദാറ്റ് ആർ ഓൺലി മെൻറ്റ് ടു ബി കിസ്ഡ് നെവർ പ്രീച്ച്. പക്ഷേ അവളുടെ ലിപ്സുകൾ, അതിനുള്ള ലിപ്സ്, ഇൻ്റലക്ച്വലായിട്ടുള്ള വർത്തമാനങ്ങൾ അവളുടെ ലിപ്സിൽ നിന്ന് വരുന്നില്ല.
Okay, next God and glory. Never care for gain. Okay. Lucretia urged him to strive for higher spiritual values. Had Lucretia urged him to strive for higher spiritual values of art instead of goading him to produce commercial benefits. വീണ്ടും അയാൾ പറയുകയാണ് ഗോഡ് ആൻഡ് ദ ഗ്ലോറി നെവർ കെയർ ഫോർ ഗെയിൻ. അതായത് വെറുതെ ഈ നേട്ടത്തിന് അല്ലെങ്കിൽ ഈ പിക്ചേഴ്സ് വിറ്റിട്ടുള്ള ക്യാഷിന് വേണ്ടി മാത്രം അവൾ എന്നോട് ചോദിക്കാതെ നല്ല നല്ല ആർട്ട് പ്രൊഡ്യൂസ് ചെയ്യൂ, നിങ്ങൾ നല്ല നിങ്ങളുടെ കലാസൃഷ്ടികൾ വരട്ടെ എന്നവൾ പറയുമായിരുന്നു എങ്കിൽ, ഹയർ സ്പിരിച്വൽ വാല്യൂസ് ഓഫ് ആർട്ടിന് അവൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരുന്നു എങ്കിൽ എന്ന് അയാൾ ചിന്തിക്കുകയാണ്. ലുക്രീഷ്യ urged him to strive for, അങ്ങനെ അതിനു വേണ്ടി പ്രയത്നിക്കൂ എന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ എന്ന് പറയുന്നു. ഓക്കെ, ഗോഡ് ആൻഡ് ദ ഗ്ലോറി നെവർ കെയർ ഫോർ ഗെയിൻ. ദ പ്രസൻറ്റ് ബൈ ദ ഫ്യൂച്ചർ, വാട്ട് ഈസ് ദാറ്റ്? അത് പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇമ്മീഡിയറ്റ് റിട്ടേൺ ഇൻ ടേംസ് ഓഫ് മണി. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ദ നെയിം ഓഫ് ആൻഡ്രിയ that will go down to posterity as a great artist. Present reward in the shape of money stands in the way of his future name and fame. അതായത് ഇപ്പോഴത്തെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ അവൻ പെയിൻറ്റ് ആർട്ടിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ പിൽക്കാലത്ത് ഫ്യൂച്ചറിൽ അവന് ഫേമസ് ആവും. മറ്റേ ഇപ്പോഴത്തെ ഈ പിക്ചർ ക്യാഷിന് വേണ്ടി വിൽക്കുവാണെങ്കിൽ പിൽക്കാലത്ത് അവനൊരു ഫേമസ് ആവും, അവന് പേര് കിട്ടുമൊന്നും ചെയ്യില്ല. അതാണ് പറഞ്ഞത് ലീവ് ഫോർ ഫെയിം സൈഡ് ബൈ സൈഡ് വിത്ത് അക്നോളജ് പ്രസൻറ്റ് ബൈ ദ ഫ്യൂച്ചർ, വാട്ട് ഈസ് ദാറ്റ്? ഓക്കെ, ലീവ് ഫോർ ഫെയിം എന്ന് പറഞ്ഞാൽ അതാണ് ആസ് എൻ ആർട്ടിസ്റ്റ് ഓഫ് ദ ഹയസ്റ്റ് റാങ്ക്, ആസ് എ പെയിൻറ്റർ ഓഫ് പെർമനൻറ്റ് സ്പിരിച്വൽ വാല്യൂസ് ആൻഡ് നോട്ട് ഫോർ മണി. മണിക്ക് വേണ്ടിയിട്ടല്ലാതെ സ്ഥിരമായ ആത്മീയ മൂല്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കലയുടെ ഉന്നതിക്ക് വേണ്ടി കലാസൃഷ്ടികൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളായിരുന്നു എങ്കിൽ ഇത് സംഭവിക്കും. അതാണ് ലീവ് ഫോർ ഫെയിം എന്ന് പറഞ്ഞത്. സൈഡ് ബൈ സൈഡ് വിത്ത് ഏഞ്ചലോ എന്ന് പറഞ്ഞാൽ ഏർണിങ് ആസ് മച്ച് ഓഫ് എ സോളിഡ് ആൻഡ് സബ്സ്റ്റാൻഷ്യൽ റെപ്യൂട്ടേഷൻ ആസ് ഏഞ്ചലോനെ പോലെ എന്താണ് റെപ്യൂട്ടേഷന് വേണ്ടി ഹാസ് ടു ഹിസ് ക്രെഡിറ്റ്. ഏഞ്ചലോസിൻ്റെ ടീച്ചറിൻ്റെ പേരാണ്, ഒരു മിനിറ്റ്, എ ഡിമിനുറ്റീവ് നിക്ക് നെയിം ഫോർ മൈക്കലേഞ്ചലോനെയാണ് ഈ ഏഞ്ചലോ എന്ന് പറയുന്നത്. നമുക്കറിയാം വളരെ പ്രസിദ്ധനായ പെയിൻറ്ററായിരുന്നു മൈക്കലേഞ്ചലോയുടെ പെയിൻറ്റിങ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ചുരുക്കപ്പേരായിട്ടാണ് അഗ്നോലോ എന്ന് പറയുന്നത്. അപ്പോൾ ഏഞ്ചലോസ് ടീച്ചർ ഗെർലാൻഡിയോ എന്നാണ് ഏഞ്ചലോസിൻ്റെ ടീച്ചറിൻ്റെ പേര്, GHIRLANDIO. Gerlandio once complained about his pupil. This boy knows more than I do. അപ്പോൾ ഏഞ്ചലോ was invited by the medias and was hailed as the greatest artist of Florence. In 1505 he was called by Pope Julius II. He died in 1564 at the age of 89. At the age of 70 he completed his monument. He was called upon to work by the Pope, not caring for money. He is too great an artist to need any superfluous comments. അപ്പോൾ ഈ മൈക്കലേഞ്ചലോയൊക്കെ അത്രയും പ്രസിദ്ധനായത് പോപ്പ് അദ്ദേഹത്തെ വിളിക്കാനും അദ്ദേഹം വളരെ വലിയ പെയിൻറ്റർ ഫ്ലോറൻസിലാകാനൊക്കെ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം മണിക്ക് വേണ്ടി എഴുതിയ ആളല്ല, അതുകൊണ്ടാണ്. ഹിസ് ടു ഗ്രേറ്റ് ആൻ ആർട്ടിസ്റ്റ് ടു നീഡ് എനി സൂപ്പർഫ്ലുവസ് കമൻറ്റ്സ്. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടാത്ത ആർക്കും അറിയാവുന്നൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അയാൾ മണിക്ക് വേണ്ടി എഴുതാത്തത് കൊണ്ടാണ് അങ്ങനെ ആയിത്തീർന്നതെന്ന് പറയാണ്. So I may have done it for you. So it seems perhaps Raphael is waiting up to God. അപ്പോൾ ഇവിടെ പറയുവാണ് Raphael is waiting up to God, all three. She ought to have said, work on. Raphael is there in the heaven waiting for you. Paint the spiritual yearnings of your heart and they will be pleased to admit you in the company. Raphael and Angel. അപ്പോൾ ഇവിടെ വളരെ പ്രസിദ്ധരായ എഴുത്തുകാരുടെ കൂടെ നിൽക്കുന്ന ആളായിട്ട് കാണിക്കുന്നുണ്ട്. അവരെയൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, റാഫേലിനെയും മൈക്കലേഞ്ചലോനെയും എല്ലാം. ഷി ought to have said work on. റാഫേലാണെങ്കിലോ is waiting up to God, all three. I might have done it for you. So it seems എന്താണ് അവിടെ പറയുന്നത്, Raphael is there in the heaven waiting for you. Paint the spiritual yearnings of your heart and they will be pleased to admit you in the company.
അങ്ങനെ പറയുവാണ്. അതായത് ദൈവത്തിൻ്റെ അടുക്കൽ വരാനുള്ള ഒരു മാർഗം തന്നെയാണ് നന്നായി പെയിൻറ്റ് ചെയ്യുമെന്നുള്ളത് പറയുവാണ്. സോ ഇറ്റ് സീംസ് മീൻസ് it's possible that he is wrong in thinking that if she had urged him to a higher achievement, he might have succeeded and might have come up to his expectations. The conflict is in the mind of Andre is obvious. He is in doubt as to what might have been. എന്താവുമെന്ന് ഡൗട്ടിലാണ്. All is as God overrules. Again he is a fatalist. Whether it is something quite agreeable or not, he is not certain. After all, everything is in the hands of God and everything happens as God. ദൈവം വിധിക്കുന്ന പോലെ നടക്കട്ടെ, സംഭവിക്കട്ടെ എന്ന് അയാൾ പറയുവാണ്. സോ അപ്പോൾ ഓൾ ഈസ് ആസ് ഗോഡ് ഓവർ റൂൾസ് എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്ന പോലെ എല്ലാം സംഭവിക്കട്ടെ. അതിന് മുമ്പ് അയാൾ പറഞ്ഞു സോ ഇറ്റ് സീംസ് പെർഹാപ്സ് നോട്ട്, അതായത് ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഹീ ഈസ് റോങ് ഇൻ തിങ്കിങ് ദാറ്റ് ഇഫ് ഷി ഹാഡ് ഏർജ്ഡ് ഹിം ടു എ ഹയർ അച്ചീവ്മെൻറ്റ് ഹി മൈറ്റ് ഹാവ് സക്സീഡ് ആൻഡ് മൈറ്റ് ഹാവ് കം അപ്പ് ടു ഹർ എക്സ്പെക്റ്റേഷൻസ്. അപ്പോൾ അയാൾ പറയാണ് ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നതിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല. അവൾ എന്നെ ഹയർ അച്ചീവ്മെൻറ്റിന് വേണ്ടി ഏർജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ സക്സീഡ് ആവും, അത് മുഖാന്തരം അത് അവളുടെ എക്സ്പെക്റ്റേഷനിലേക്ക് വരികയും ചെയ്യാം. ദ കോൺഫ്ലിക്റ്റ് ഇൻ ദ മൈൻഡ് ഓഫ്. അപ്പോൾ അവിടെ ഒരു സംശയം വരുവാണ് പിന്നെ ആൻഡ്രിക്ക്. എന്ത് ചെയ്യണം, ഇവൾ പറയുന്ന പോലെ ചെയ്യണോ, അതോ ഞാൻ അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഫേമസ് ആയി കഴിഞ്ഞാൽ അവൾ എന്നെ സ്വീകരിക്കുമോ ഇല്ലയോ, എന്താവും എന്നുള്ള ഒരു. പക്ഷേ ഇവളുടെ ആഗ്രഹം ഇപ്പോൾ സാധിച്ചു കൊടുക്കണം, അതാണല്ലോ ചെയ്യേണ്ടത്, അതാണ് അവളോടുള്ള ഇഷ്ടത്തിൻ്റെ കാരണം. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മുടെ ആൻഡ്രിയ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദിസ് സ്റ്റാൻസ.